ഹലോ, ഞാൻ ലിബിൻലി. അപ്പോൾ ഞാൻ ഇന്ന് കൽക്കി 2898 AD സിനിമ ഉണ്ടാക്കാണ്. അതായത് എനിക്കത് റിലീസിനൊന്ന് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറച്ച് വൈകി, എങ്ങോട്ട് രണ്ടാഴ്ച എങ്ങോട്ടായി. ഇപ്പോഴാണ് ഇന്നിപ്പോൾ കാണാൻ പറ്റിയത്. അതായത് എല്ലാവരും പറയണ കേട്ടിട്ട് ഒരു കൗതുകത്തിന് പോയി കണ്ടതാണ്. അത് കണ്ടപ്പോഴും തീരുമാനിച്ചാണ്. കാരണം മഹാഭാരതം ഒന്നും അറിയാൻ പാടില്ലാത്ത എനിക്ക്, മഹാഭാരതത്തിൻ്റെ ABCD അറിയാൻ പാടില്ലാത്ത എനിക്ക് എന്തായാലും പടം കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എനിക്ക് പടം കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു ബോറടി പോലെ തോന്നി. കാരണം ഒന്നും അതിൽ ഈ ഇത്രയും ഇത് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് ഒരു വെറുപ്പിക്കണ പോലെ എനിക്ക് തോന്നി. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മൊത്തം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലാവാണ്ടല്ല, പക്ഷെ അതെനിക്കൊരു ബോറടി ആയിട്ട് തോന്നി. പിന്നെ പടം എന്തായാലും സെക്കൻഡ് ഹാഫ് ഉണങ്ങി എനിക്ക് കണ്ടിരിക്കാനുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയായിരുന്നു. കാരണം വിഷ്വലി ആയാലും VFX ആയാലും എന്തായാലും എനിക്ക് അത് കാണാൻ പറ്റി. ഞാൻ 3D അല്ല കണ്ടത്, ഞാൻ 2D ആണ് കണ്ടത്. കാരണം 3D ഇനിയിപ്പോൾ ഈ കണ്ണടയുടെ മീത മറ്റേ കണ്ണട വെച്ച് കാണാൻ ഒരു മടിയായിട്ടാണ് ഞാൻ 2D കണ്ടത്. കാരണം 2D ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്തായാലും അതിൽ ഇത് സൗണ്ടും BGM, എൻ്റെ പൊന്നോ, BGM ഒക്കെ സെക്കൻഡ് ഹാഫ് ഉണങ്ങി വന്നേക്കുന്നത് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എനിക്കൊരു ഞാൻ പറഞ്ഞില്ലേ, മഹാഭാരതം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതുവരെ വില്ലനായ പ്രഭാസ് എങ്ങനെ പെട്ടെന്ന് അതിൽ രക്ഷകനായി, അതെനിക്ക് മനസ്സിലായിട്ടില്ല. അത് മഹാഭാരതം അറിയാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും അമിതാഭ് ബച്ചനൊക്കെ നല്ല രസമായിട്ട്, അതായത് ഈ പ്രായത്തിലും എന്താ അമിതാഭ് ബച്ചൻ ചെയ്തു വെച്ചത്, ആ ഫൈറ്റൊക്കെ കാണുമ്പോൾ തന്നെ രസമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടികളൊക്കെ ഓടുന്നുണ്ട്, കാറ് പോലത്തെ, കാറല്ല, ഒരു ട്രക്ക് പോലത്തെ. ഇതിലൊക്കെ ഈ മരുഭൂമി കൂടെ ഓടുമ്പോൾ എങ്ങനെയാണ് പെട്രോൾ അടിക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് സംശയം മാത്രം, വെറുതെ ജസ്റ്റ് ഒരു കോമഡിക്ക് പറഞ്ഞാണ്. അതൊക്കെ അതിൻ്റെ രീതിയിൽ കാണാവുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ മാഡ് മാക്സ് പടം ഇറങ്ങിയപ്പോൾ അതിൽ ഞാൻ ആലോചിച്ചാൽ ഈ വണ്ടികളൊക്കെ ഇത്ര ഓടുമ്പോൾ എങ്ങനെ പെട്രോൾ അടിക്കണമെന്ന്. അതൊന്നല്ല പറയാൻ വന്നത്. കാര്യം പറഞ്ഞാൽ പടത്തിന് സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് അതിൻ്റെ BGM കാര്യങ്ങളും, പിന്നെ സൗണ്ട് എഫക്റ്റ്, അതേപോലെ തന്നെ വിഷ്വൽ VFX എല്ലാ കിടില സാധനങ്ങൾ, അതൊക്കെ എടുത്തു പറയേണ്ട സാധനങ്ങളാണ്. പിന്നെ ക്ലൈമാക്സിലെ ഫൈറ്റും കാര്യങ്ങളും അത് രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് പടം ഇപ്പോൾ മഹാഭാരതം ഒന്നും അറിയാൻ പാടില്ലാത്ത കാരണം ഞാൻ പറയാം, എനിക്കൊരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, കൂടുതലൊന്നുമില്ല. അതായത് ഫസ്റ്റ് ഹാഫ് എനിക്കതിലും മോശമായിട്ടല്ല, എനിക്കെന്തോ ഒരു വെറുപ്പിക്കണ പോലെ തോന്നി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഇംഗ്ലീഷൊക്കെ പറയണ കേട്ടിട്ടേ എനിക്കെന്തോ ഒരു തോന്നി. അത് മലയാളത്തിൽ തന്നെ ഡബ് ചെയ്തപ്പോൾ മലയാളം തന്നെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത് എനിക്ക് തോന്നിയതാണ്, എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു.